നമസ്കാരം. പ്രേതബാധ ഉണ്ടോ എന്നാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇത്തരമുള്ള വാർത്തകളല്ലേ വായിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്നതെല്ലാം പ്രേതബാധയുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ എനിക്ക് പറയാൻ കഴിയും. ചിലരോട് പറയും, അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. അങ്ങനെ കഴിഞ്ഞ ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ മുറിപ്പാലത്തടി തമ്പുരാൻ ക്ഷേത്രത്തിൽ ഫലം പറയുന്ന ദിവസം വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തെക്ക് ഭാഗത്തുള്ള ഒരു പിടി മണ്ണും ഒരു തേങ്ങയും കൊണ്ടുവരും, ഞാൻ പറയട്ടെ. അപ്പോൾ അവർ ഫോണിൽ കൂടെ തന്നെ, സാറേ ഞങ്ങൾ കുട്ടികളില്ല. നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടോ? വീടില്ല. വീടെന്ത് പറ്റി? വീട് കുട്ടികളുണ്ടാവാനായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന വീട് വിറ്റു. താങ്കൾക്ക് എന്താണ് പണി? ഞാൻ പെയിൻറ്റിങ് കോൺട്രാക്ടറാണ്. ഒരു കുട്ടി ജനിക്കുമോ എന്നറിയണം. അപ്പോൾ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? അതല്ല, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ കോഴിക്കോട്, അദ്ദേഹത്തിൻ്റെ മകൻ വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോൾ ആ കുട്ടി പുനർജനിക്കുമെന്ന് സ്വാമി പറഞ്ഞു. ആ കുട്ടി പുനർജനിച്ചു. നമ്മൾ രാധാകൃഷ്ണനെ വിളിച്ചിരുന്നു. എവിടെ നിന്ന് വിളിച്ചു? അപ്പോൾ ഞാൻ വേറൊരു ചാനലിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ വിളിച്ചിരുന്നു. അപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് കുട്ടികളില്ല സ്വാമി, ഞങ്ങൾക്കൊരു കുട്ടി വേണം എന്ന് പറഞ്ഞു. വർക്കൊക്കെ ഉണ്ടോ? ഇപ്പോൾ വർക്കൊക്കെ കുറവാണ്. എന്നാലും എൻ്റെ ഭാര്യ ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്. ഇതാരാണ്? അമ്മാവൻ്റെ മകളാണ്. ഞാൻ പറഞ്ഞു, അത് തന്നെ സയൻസ് തെറ്റല്ലേ പറയുന്നത്? ഒരേ രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഒന്നീ സന്താനങ്ങൾ ജനിക്കില്ല, ഇല്ലെങ്കിൽ XY ക്രോമസോമുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക, സ്കിൻ ഡിസീസ് ഉണ്ടാവുക, ഒരുപാട് ദോഷങ്ങളുണ്ടാവും. ഇന്നത്തെ ആധുനിക സയൻസ് അതിനെ എഗൻസ്റ്റാണ്. പണ്ട് കാലത്ത് മുറപ്പെണ്ണെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ അത് വലിയ പറ്റില്ല. നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ മാറി. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ രോഗം വരുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇറച്ചിക്കോഴിക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്ന് മുഴുവൻ മനുഷ്യരെതിരാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ പറയാനുണ്ട്, ഇത് ഇറച്ചിക്കോഴിക്ക് തൂക്കം വയ്ക്കാനായിട്ട് കുത്തിവെക്കുന്ന ഹോർമോൺ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ പടർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര ചിക്കൻ മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് ഒന്നീ സന്താനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുക, ഇല്ലെങ്കിൽ ഹോർമോൺസ് ഡെഫിഷ്യൻസി ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് കുറച്ചുകൂടെ മെഡിക്കൽ സയൻസ് അറിയാവുന്നവരോ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഡോക്ടർമാർക്കൊക്കെ ഉള്ളതാണ്. എന്നാലും എൻ്റെ അറിവിലേക്കുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വരാൻ. അങ്ങനെ അവരൊരു തേങ്ങയുമായിട്ട് ഒരു പിടി മണ്ണുമായിട്ട്, ഞാൻ ഇതെവിടെയാണ്? ഇത് അമ്മയുടെ കുടുംബത്തിലെ മണ്ണാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമാണോ? അതെ, ഇങ്ങനെയുള്ള സ്ഥലമാണ്. അവിടെ ചേമ്പ് നിൽക്കുകയും അവിടെ അടുക്കള ഭാഗത്തൂടെ ചേര വരികയും വരും. കാരണം ഈ ചേരയുടെ സഞ്ചാരം കൃത്യമായി പറയുന്ന ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്കറിയാം, ചേര വെറുതെ സഞ്ചരിക്കില്ല. ചേര വരുന്നതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളവിടെ പട്ടി പിടിച്ചൊരു പാമ്പ് ചത്തിട്ടുണ്ടോ? ഞങ്ങളൊരു പട്ടി ചത്തിട്ടുണ്ട്. അപ്പോൾ പട്ടിയും ചത്തോ? പട്ടിയും ചത്തു, രണ്ടും ചത്തു. അപ്പോൾ ഇതിനൊക്കെ ഒരു ലക്ഷണശാസ്ത്ര പ്രകാരമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തായാലും ആ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, അവിടെ ഒരു യക്ഷിയുടെ സ്ഥലമുണ്ട് നമ്മുടെ ഈ മുറിപ്പാലപ്പടി മാടന്നപുര ക്ഷേത്രത്തിൽ. അവിടെ 21 ചെമ്പരത്തി പൂ വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. എന്നാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് വരണം. അവർ ചെമ്പരത്തി പൂ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അവരെന്നോട് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു സന്താനം ജനിക്കും. അവർ ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ സാർ, ശാസ്ത്രീയപരമായി മെഡിക്കൽ സയൻസ് പറയുന്ന ഞങ്ങൾ രണ്ട് പേരുടെ ഹോർമോൺസ് തമ്മിൽ ചേരില്ല, ഇത് അപ്പം തന്നെ ഇല്ലാതായി പോവുകയാണ്, കുട്ടി ജനിക്കില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, എനിക്കതിൻ്റെ നിങ്ങളെ എൻ്റെ അടുത്തൊക്കെ വന്നത് ഇത് അറിയാനോ, കുട്ടി ജനിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നാൽ നിങ്ങൾക്കൊരു കുട്ടി ജനിക്കും. അവർ പോകുന്നു. അവർ പരസ്പരം മുഖത്തൊക്കെ നോക്കുന്നറിയാം. നിങ്ങൾ വിശ്വാസമുണ്ടോ? ഞാൻ ഭസ്മം ഇട്ട് 2 പേർക്ക് ഇട്ടുകൊടുത്തു. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. തൊഴുത് കൊണ്ടുപോയി. ആ സ്ത്രീ ഭക്ഷണം കഴിച്ചു വന്ന് ആ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ തന്നെ ഇരുന്നു അമ്പലത്തിൽ. ഞാൻ പോകുന്നവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അതേ പറയാൻ പറ്റൂ, എന്നെ വിളിച്ചു. അവർ പ്രഗ്നൻ്റായി. അവർ ഗർഭിണിയായി എന്നുള്ളതാണ്. അവരൊരു അമ്മയായി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എനിക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ അവരവിടെ വന്നു. അവർ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു. എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയതാണ്. കാരണം ഈ കുട്ടികൾ നമ്മൾ വിഷമിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം, നിവർത്തിയില്ലെങ്കിലേ ഞാൻ അതൊക്കെ പറയുള്ളൂ. ഇത് സന്തോഷിപ്പിക്കാനായിട്ട് പറഞ്ഞാണോ പോലും എനിക്കറിയില്ല. ഞാൻ അവരുടെ മനസ്സിന് ശാന്തി കിട്ടും. അപ്പോൾ അങ്ങനെ കുട്ടി ജനിക്കുമെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് കിടക്കുകയും അവർക്ക് ഇഷ്ടം പോലെ ഇടചേരാൻ പറ്റുകയും അവർക്ക് സന്തോഷകരമായൊരു കുട്ടി ഉണ്ടാവുകയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതായിരിക്കണം. എന്തായാലും കണ്ണേക്ഷിയല്ലേ എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇവർ പ്രഗ്നൻ്റായി. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഒരു വീട്. ഞാൻ പറഞ്ഞു, വീട് എങ്ങനത്തെ വീട്? അത് ഒറ്റ വാങ്ങിച്ചതാണ്, എല്ലാം കൂടെ മേടിച്ച്. എന്നിട്ട് ആ വീട് ആരും വാങ്ങിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൽ ഞങ്ങൾ താമസമായി. ഞാൻ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോൾ ഇതല്ലേ മുറി,
ആ മുറിയുടെ ഇന്ന ഭാഗത്ത് വല്ല കയറ് വല്ലതും ഉണ്ടായിരുന്നോ? ആ സാർ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? അവിടെ ഒരു തൊട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊന്നും ചെയ്തില്ല. ആ തൊട്ടിൽ അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുഖത്ത് നോക്കി. എന്താ സ്വാമി, വല്ല കുഴപ്പമുണ്ടോ? ഞാൻ നിങ്ങളെന്താ തൊട്ടിൽ അഴിക്കാത്ത? പല പ്രാവശ്യം അഴിച്ചു കളയാൻ നോക്കി, ഇദ്ദേഹം അഴിച്ചു കളയാൻ നോക്കി, പക്ഷെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതവിടെ കിടക്കട്ടെ എന്ന്. ഈ കല്യാണം കഴിച്ച് ആരെങ്കിലും ഇനി ഇവിടെ തൊട്ടിൽ കെട്ടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇത് നമുക്ക് കുട്ടിയില്ലെങ്കിലും നമുക്ക് ആ തൊട്ടിലിൽ ഒരു കല്ലെങ്കിലും എടുത്തിട്ട് അതിനെ പാടിക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ അവരുടെ ഒരു മനസ്സ് ആലോചിച്ചത്, ഒരു കരിങ്കൽ കഷ്ണമെങ്കിലും ആ തൊട്ടിലിട്ട് പാട്ട് പാടാം, താരാട്ട് പാടാം എന്ന് വിചാരിച്ചവർക്ക് ഒരു കുട്ടിയെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് അവരോട്. ഞാൻ 2-3 കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഭയക്കുമോ? ഇല്ല, ഒന്നും ഭയക്കില്ല. ആ വീട്ടിൽ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ട്? അപ്പോൾ പറഞ്ഞു, അവരെ ഭർത്താവിനെ ഇങ്ങനെ കൈകൊണ്ട് തോണ്ടി. ഞാൻ പറഞ്ഞില്ലേ എത്ര പ്രാവശ്യം ഞാൻ ചേട്ടനോട് പറഞ്ഞു അവിടെ വിഷയമുണ്ടെന്ന്. എന്താണ് വിഷയം? ഈ തൊട്ടിൽ രാത്രിയിൽ തന്നെത്താനാടും. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനങ്ങ് പറയുവാണ്. ആ തൊട്ടിൽ ഇങ്ങനെ ആടും. പിന്നെ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം കേൾക്കും. ഞാൻ എപ്പോൾ കേൾക്കും? അപ്പോൾ ഇദ്ദേഹം ജോലിക്ക് പോകും. ഇവർ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഉച്ച സമയത്ത് അവരെ പുറകിൽ ആരാണ്ട് വന്ന് നിൽക്കുന്ന പോലെ തോന്നും. ഞാൻ നിങ്ങൾ ആ സമയത്ത് വരുമ്പോൾ തൊട്ടിലാടുമോ? എല്ലാ പ്രാവശ്യവും ഇല്ല, പക്ഷേ അവിടെ ആരോ ഉള്ളതുപോലെ എനിക്ക് എപ്പോഴും തോന്നും. ഈ കരച്ചിലും കേൾക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭർത്താവിനോട് ചോദിച്ചു. ഭർത്താവ് കേട്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം അവരോട് ചോദിച്ചു. അവിടെ ഒരു ഗർഭിണി മരിച്ചിട്ടുണ്ട്, അതെങ്ങനെ മരിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഭർത്താവ് ഇങ്ങനെ തൊഴിലുണ്ട്. സ്വാമി, എനിക്കറിയാം. ആ വീട് ഒരു പോലീസുകാരനും ഭാര്യയും താമസിച്ചിരുന്നതാണ്. വളരെ കാലത്തിന് മുമ്പാണ്. അവർ ഗർഭിണിയായിരുന്നപ്പോൾ ഇയാൾ ചവിട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. ഈ ചവിട്ടേറ്റാണ് ആ സ്ത്രീ മരിച്ചത്. പക്ഷേ അയാൾ പോലീസുകാരനായതുള്ളതും സ്വാധീനമുള്ളതുകൊണ്ടും ആ കേസൊന്നും വെളിയിൽ വന്നില്ല. അവരെ എവിടെ മറവ് ചെയ്തു? ഈ അടുക്കളയുടെ പുറഭാഗത്ത്. ആ വീടാണത്. എനിക്ക് ഒരു കഥ എങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ ഞാൻ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകളിൽ എഴുതാനുള്ളതാണ് ഈ പറയുന്ന കഥകളെല്ലാം. ഇപ്പോൾ ഇത് എൻ്റെ പുസ്തകം ഇറങ്ങിക്കഴിയുമ്പോൾ ഞാനിതൊക്കെ സ്വാമി DNA പറഞ്ഞതാണെന്ന് കേട്ടാലും എനിക്ക് നഷ്ടമാണ്. എന്നാലും പോട്ടെ, എനിക്ക് ഇത്തരം കഥകൾ മനസ്സിൽ വെച്ച് പെരുമാറാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് പറയുവാണ്. ആ കുട്ടിയാണ് ഇവിടെ പുനർജനിച്ചേക്കുന്നത്. സയൻസ് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞാൻ നിങ്ങൾ ആ തൊട്ടിലാട്ടിയിട്ടുണ്ടോ? സ്വാമി, സത്യമായിട്ട് ഞാൻ ഒരു ചെറിയ അവിടെ അമ്മിക്കല്ലുണ്ടായിരുന്നു, പഴയ മറ്റവരാട്ടിയിരുന്നത്. അതിനെ എടുത്ത് ഈ തൊട്ടിൽ കൊണ്ടിട്ട് ഞാൻ താരാട്ട് പാടുമായിരുന്നു. ഇത് നമ്മൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിൽ അത്ര ദൃഢമായിട്ടുള്ള എനിക്കൊരു കുഞ്ഞ് വേണം. ആ തൊട്ടിലെ ഈ കുഞ്ഞ് ഗർഭിണിയെ ചവിട്ടിക്കൊന്നാണ്. അപ്പോൾ അതിൻ്റെ മൂത്തൊരു കുട്ടി ഉണ്ടായിരുന്നിരിക്കണം ഒരു പക്ഷേ. അതിനെക്കുറിച്ച് നമുക്കറിവില്ല. ഇനി ആ പോലീസുകാരൻ അതിനെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നും അറിയത്തില്ല. പക്ഷെ ആ തൊട്ടിൽ ഒരു കുട്ടി ഉറങ്ങിയിട്ടുണ്ട്. ആ ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ സാന്നിധ്യവും ആ മരിച്ചുപോയ കുട്ടിയുടെ സാന്നിധ്യവും, ആ സാന്നിധ്യത്തിൻ്റെ ശക്തിയായിട്ട് ഈ അമ്മിക്കല്ല തൊട്ടിലിട്ട് താരാട്ട് പാടി ഒരിക്കലും കുട്ടി ജനിക്കില്ല എന്ന് പറഞ്ഞ് താരാട്ട് പാടി ഉറക്കിയ ഈ അമ്മയും, കുട്ടികളെ എങ്ങനെയെങ്കിലും ഒരു കുട്ടി വേണം, എൻ്റെ വംശം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ ദൈവം അവർക്കൊരു കുട്ടിയെ കൊടുത്തു. ഞാൻ അവരോട് ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ നല്ലവണ്ണം ഈ കുട്ടിയുടെ പ്രസവ സമയം വരെ, ഈ കുട്ടി പുറത്ത് ഈ ഭൂമിയിലേക്ക് വരുന്നത് വരെ നല്ല പ്രാർത്ഥന. ആറ്റുകാൽ അമ്പലത്തിൽ നിങ്ങൾ ഭക്തിയില്ലേ, നിങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ പോകണം. ആ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമനാമം ജപിക്കണം. അവ പറഞ്ഞു എല്ലാം ചെയ്യാം സ്വാമി, എല്ലാം ചെയ്യാം. അങ്ങനെ വളരെ അനുഗ്രഹത്തോടു കൂടി അവർ പോയിട്ടുണ്ട്. അവർക്ക് നല്ല സൗഭാഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. ഒന്നിലധികം കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. ഇതൊക്കെ നമുക്ക് ദൈവം കാട്ടിത്തരുന്ന ചില വഴികളാണ്. ഇല്ല എന്ന് പറയുന്നതൊക്കെ തന്നെ ഉണ്ടെന്ന് പറയുന്നതിനെ മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ എന്നും ഇല്ല എന്ന് പറയുന്നതൊക്കെ ഉറപ്പായിട്ടും ഉള്ളത് തന്നെതാണെന്നും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു യഥാർത്ഥത്തിലുള്ള എനിക്കെൻ്റെ ഒരു അനുഭവങ്ങൾ ഞാൻ നിർത്തുകയാണ്. ഇനി വീണ്ടും കാണാം. നമസ്കാരം.